കൊച്ചിയിൽ നിന്നാണ് അടുത്ത വാർത്ത. പുരാവസ്തു തട്ടിപ്പ് കേസിൽ പരാതിക്കാർ മോൺസൺ മാവുങ്കലിന് നൽകിയത് ഹവാല പണമാണെന്ന് ക്രൈംബ്രാഞ്ച് ഇന്ന് റിപ്പോർട്ട് നൽകിയേക്കും. ആദായനികുതി വകുപ്പിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുമാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി YR റെസ്റ്റം റിപ്പോർട്ട് സമർപ്പിക്കുക. ഉമേഷ് കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഉമേഷ്. ഗുഡ് മോർണിംഗ് കാവ്യ. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട നിയമ നടപടിക്രമം? കാവ്യ, ഈ മോൻസന് പരാതിക്കാർ നൽകിയ ഈ തുകയിൽ അതിൽ വലിയൊരു ശതമാനവും ഹവാലപ്പണമാണ് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നിഗമനം. എന്നാൽ ഇക്കാര്യം ഈ പരാതിക്കാർ നിഷേധിച്ചിരുന്നു. അതിനെല്ലാം കൃത്യമായ കണക്കുണ്ട് എന്നുള്ളതാണ് പരാതിക്കാർ അവകാശപ്പെട്ടിരുന്നത്. അങ്ങനെയെങ്കിൽ ഈ സാഹചര്യത്തിൽ ഈ നൽകിയ തുകയുടെ, അതായത് 6 പേർ ചേർന്ന് 10 കോടി രൂപ മോൻസന് നൽകി എന്നുള്ളതാണ് ഈ പരാതിക്കാർ തന്നെ പറയുന്നത്. അന്വേഷണത്തിൽ കണ്ടെത്തിയതും അങ്ങനെയാണ്. ഈ 10 കോടി രൂപ 6 പേർ ചേർന്ന് നൽകിയതിൻ്റെ കൃത്യമായ കണക്ക് അതിൻ്റെ ബാങ്ക് രേഖകൾ സഹിതം ഹാജരാക്കാൻ ക്രൈംബ്രാഞ്ച് ഈ പരാതിക്കാരോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതിൽ 3 പേർ മാത്രമാണ് ഇതിന് കൃത്യമായ ഒരു മറുപടി നൽകിയത്. പക്ഷേ ആ മറുപടി നൽകിയപ്പോഴും കണക്കുകൾ അപൂർണമാണ് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഇതിലൊരു പരാതിക്കാരനായ അനൂപ് വി അഹമ്മദ് 1.20 കോടിയും ഷാനുമോൻ എന്ന പരാതിക്കാരൻ 1.65 ലക്ഷവും MT ഷമീർ 49,000 രൂപയുടെയും കണക്കുകളാണ് ഹാജരാക്കിയിട്ടുള്ളത്. അങ്ങനെ 1,22 ലക്ഷം രൂപയുടെ ബാങ്ക് രേഖകളാണ് പരാതിക്കാർ ഇതുവരെ ഹാജരാക്കിയത്. എന്നാൽ ബാക്കി 10 കോടിയിലേക്ക് ഇനിയും വലിയ തുക ബാക്കിയുണ്ട്. ഈ തുക ഹവാലപ്പണമാണ് എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു നിഗമനം. ആ സാഹചര്യത്തിൽ ഇക്കാര്യം ആദായനികുതി വകുപ്പിനും ഒപ്പം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോടും ഇക്കാര്യം അറിയിക്കും എന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് അത് റിപ്പോർട്ടായി തന്നെ ഈ 2 ഏജൻസികൾക്കും കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ, അതായത് പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി YR റെസ്റ്റം ആണ് ഇക്കാര്യം ഇന്ന് ക്രൈംബ്രാഞ്ചിന് റിപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് അറിവായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ ഒരു അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതാണ്, പ്രധാന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതാണ്. അതിൽ മോൻസൺ മാവുങ്കൽ 1-ാം പ്രതിയും സുധാകരൻ, KPCC പ്രസിഡന്റ് സുധാകരൻ 2-ാം പ്രതിയുമായി നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചതാണ്. ഇതിൽ അനുബന്ധ കുറ്റപത്രം ഈ ആഴ്ച തന്നെ സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നു. അത് IG G ലക്ഷ്മൺ, ഈ കേസിൽ മറ്റ് പ്രതികളായ IG G ലക്ഷ്മൺ, മുൻ DIG S സുരേന്ദ്രൻ എന്നിവർക്കെതിരെയായിരിക്കും അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുക. അത് ഈ ആഴ്ച തന്നെ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. ഏറ്റവും പ്രധാനം, ഇതിൽ ഈ പരാതിക്കാർ നൽകിയത് ഹവാലപ്പണമാണ് എന്ന ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തലും അതുമായി ബന്ധപ്പെട്ട് EDക്കും ആദായനികുതി വകുപ്പിനും റിപ്പോർട്ട് ഇന്ന് തന്നെ നൽകാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ്. കാവ്യ.